ടി-ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ വാക്വം പാക്കിംഗ് മെഷീനാണ്. ചേംബർ സൈസ് വാക്വം പാക്കിംഗ് മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ചേംബറിനുള്ളിലാണ് നമ്മൾ പ്രോഡക്ട്സ് വെച്ച് വാക്വം പാക്ക് ചെയ്യുന്നത്. ചില പ്രോഡക്ട്സിൻ്റെ വോളിയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചേംബർ സൈസ് നമുക്കൊരു കൺസ്ട്രെയിനായിട്ട് വരാം. അതായത് ചേംബറിനുള്ളിൽ ഇത് കൊള്ളാതെ വരാം. അങ്ങനെ വരുന്ന പ്രോഡക്ട്സിന് ചെയ്യാനുള്ള മെഷീനാണ് എക്സ്റ്റേണൽ വാക്വം മെഷീൻ. 20 ഇഞ്ച് സീലിംഗ് ലെങ്ത്ത്, അതായത് 500 mm സീലിംഗ് ലെങ്ത്തും 8 mm സീലിംഗ് വിഡ്ത്തും വരുന്ന സീലിംഗ് സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വ്യത്യസ്തമായ പ്രോഡക്ട്സ് വെച്ച് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് നൈട്രജൻ ഫ്ലഷ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ചില പ്രോഡക്ട്സൊക്കെ നമുക്ക് വാക്വം ചെയ്തതിന് ശേഷം നൈട്രജൻ ഫില്ല് ചെയ്യാം. നൈട്രജൻ ഫില്ല് ചെയ്യുന്നത് വഴി നമുക്ക് പ്രോഡക്റ്റിൻ്റെ ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ കുഷനിങ് എഫക്റ്റ് മൂലം ബ്രേക്ക് ആവാനുള്ള ചാൻസസും കുറവായിരിക്കും. കാഴ്ചയിൽ കുറേ കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കൺട്രോൾസ് പരിചയപ്പെടാം. ഇതാണ് എമർജൻസി സ്റ്റോപ്പ് വരുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി പ്രസ് ചെയ്യാം. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്താലാണ് ഇതാവുള്ളൂ. ഇത് വാക്വം മീറ്ററാണ്. നമുക്കിതിനകത്ത് എന്തുമാത്രം വാക്വമായി എന്ന് കാണാം. 0.1 എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ട സെറ്റിങ്സ് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് വാക്വം മാത്രമായിട്ട് ചെയ്യാം, ഇൻഫ്ലേഷൻ വേണമെങ്കിൽ അതും മാത്രമായിട്ട് ചെയ്യാം. രണ്ടും നമുക്ക് ക്ലബ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റിംഗ് എടുക്കാം. അതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിലേ ആണ്. നമ്മൾ വെച്ചതിന് ശേഷം എത്ര സമയം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് വാക്വത്തിൻ്റെ ടൈമാണ്. ആവശ്യാനുസരണം ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം ഇൻഫ്ലേഷനാണ്, എത്ര സമയം ഇൻഫ്ലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് സീലിംഗ് ടൈമാണ്. കവറിന് തിക്നെസ് അനുസരിച്ച് നമുക്ക് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. കൂളിംഗ് ടൈമും അതനുസരിച്ച് കവറിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാണ്. ഇനി നമുക്ക് ഓരോ പ്രസ്സും നമുക്ക് പെഡൽ സ്വിച്ചിൽ ചെയ്യാവുന്നതാണ്. അതല്ലാത്ത പക്ഷം ഓട്ടോ മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പ്രസ്സായി സീലായി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നടക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കിതിൽ പ്ലേസ് ചെയ്യാം. നോസിലിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന സമയത്തിനനുസരിച്ച് അത് വാക്വം ചെയ്ത് പ്രോപ്പർ വാക്വം ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വാക്വം കഴിഞ്ഞു. സീലിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്വം ചെയ്ത് ഇതിനെ സീൽ ചെയ്ത് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ മീറ്റാണ് എടുത്തിരിക്കുന്നത്. മീറ്റിനെ ഇതുപോലെ നമുക്ക് നോസിലിനുള്ളിലേക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇതിനെ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ പെഡൽ സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വാക്വം ആവുന്നുണ്ട്. നമുക്കതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രോപ്പറായിട്ട് സീലിംഗ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വാക്വമായിട്ടുണ്ട്. അടുത്തത് പരിപ്പുവടയാണ്. പരിപ്പുവട നമുക്കെടുത്ത് ഇതുപോലെ പൗച്ചിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് നോസിലിനുള്ളിലേക്ക് കയറ്റി വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ പെഡൽ സ്വിച്ച് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഐറ്റം കുറവായതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. അത് പ്രോപ്പറായിട്ട് വാക്വമായി കഴിഞ്ഞാൽ നമ്മളുടെ സീലിംഗ് കഴിഞ്ഞു. നമുക്ക് പ്രോപ്പറായിട്ട് സീലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് വാക്വമായിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ വാക്വം മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു. ഈ മെഷീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ്, ഫില്ലിംഗ് ആൻഡ് കോഡിംഗ് മെഷീനറികളെ പറ്റി അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.